കൂട്ടുകാരെ, എല്ലാവർക്കും പിങ്കി വി ആർ ലോഗ് 2 പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു കക്കാക്കറി ആയാലോ. ഞാൻ പ്രത്യേകിച്ച് ഒരു കക്കാപ്രേമി കൂടിയാണ് കേട്ടോ. കക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാൽസ്യത്തിൻ്റെ ഉറവിടവും കൂടിയാണ് കക്ക ഇറച്ചി. അപ്പോൾ അതേ കുറച്ച് കിട്ടിയ കക്കയാണെങ്കിൽ അമ്മ ഒരു വലിയ ചരിവ് എടുത്ത് അതിനകത്തേക്കിട്ട് നല്ല രീതിയിൽ ഞെവിടി വൃത്തിയാക്കി കഴുകുവാണ് കേട്ടോ. കാരണം ഇവന്മാർ ചെളിക്കകത്താണല്ലോ താമസം, അപ്പം നിറയെ ചെളിയായിരുന്നു. പിന്നെ ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഈ ചരുവത്തിൽ ഒഴിക്കാതാണ് വെച്ചിരുന്നത്. നമുക്ക് ആവശ്യമായ വെള്ളം നമ്മുടെ കക്ക ഇറച്ചി തന്നെ തരുവന്നേ. ഈ വെള്ളവും ഞാൻ കളയാറില്ല. ഈ വെള്ളം കൊണ്ട് അരിച്ചെടുത്ത് ഞാൻ നല്ല അടിപൊളി കക്ക രസം വെക്കാറുണ്ട് കേട്ടോ. കക്ക വെള്ളം കൊണ്ടുള്ള രസം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും, കക്ക വെള്ളം കൊണ്ട് എങ്ങനെ രസം വെക്കാമെന്ന്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് തക്കാളി കക്കാക്കറിയെ പറ്റി നോക്കാം. കക്ക എല്ലാം നല്ല രീതിയിൽ വെന്ത് സെറ്റായി. ഇനി ഓരോന്നും തോടിനകത്തുനിന്ന് പറിച്ചെടുത്ത് മാറ്റി അതിനകത്തുള്ള അഴുക്കുണ്ട്, അതൊക്കെ കഴുകി ഞവടി മാറ്റി കറി വെക്കാം. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് എന്നിങ്ങനെ ആവശ്യമായ സാധനങ്ങൾ. ചട്ടി എടുത്തു, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു, ആവശ്യത്തിന് കടുക് ഇട്ടു, പൊട്ടിച്ചു. ഇനി ഇതിനകത്തേക്ക് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കേട്ടോ. അതിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പും കൂടെ വിതറിയിട്ടുണ്ട്, പെട്ടെന്ന് വാടിക്കിട്ടാൻ. ഈ ഒന്നെല്ലാം കൂടെ വാടി വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കക്ക ഇറച്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി എന്നിങ്ങനെ പൊടിയെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കറി പറ്റി വരാറാവുന്ന സമയത്ത് ഒരു ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ തൂകി കറി ഇറക്കി കഴിഞ്ഞാൽ മക്കളെ മുടിഞ്ഞ രുചിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.